നിമിഷം നമുക്ക് നേരെ ഇരുന്ന് കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈശോയുടെ സാന്നിധ്യത്തെ ഒരു നിമിഷം നമുക്ക് അനുഭവിക്കാം. അവിടുന്ന് നമുക്ക് നൽകുവാൻ പോകുന്ന വചനത്തെ പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഫലമണിയിക്കുവാൻ തക്കവിധം അവിടുത്തെ കൃപാവരം നമ്മിലേക്ക് ചൊരിയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ വചനം നമ്മുടെ പാദങ്ങൾക്ക് ദീപവും ജീവിതത്തിന്റെ പ്രകാശവുമായി മാറുവാൻ കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വയങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കണമേ. നല്ല നിലത്ത് വീഴുന്ന വിത്തുകൾ പോലെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വീഴുവാനും ഫലമണിയുവാനും കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ അമ്മ ത്രേസ്യയെ നിങ്ങളുടെ മാധ്യസ്ഥവും സംരക്ഷണവും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ആമേൻ. യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം, യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷണങ്ങളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്നൊരുവനും പറയാതിരിക്കട്ടെ. എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല. ഒരിക്കൽ കൂടെ വചനം വായിക്കാം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ തിരുവചനം. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷണങ്ങളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താലാണ് പരീക്ഷിക്കപ്പെടുന്നത് എന്ന് ഒരുവനും പറയാതിരിക്കട്ടെ. എന്തെന്നാൽ ദൈവം തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതിച്ചല്ല. നമ്മളെല്ലാവരും തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വേദനിക്കുന്നവരാണ്, പരീക്ഷിക്കപ്പെടുന്നവരാണ്. പലപ്പോഴും നമ്മൾ ഓർക്കുക, നമ്മളുടെ ഈ പരീക്ഷണങ്ങളും സഹനങ്ങളുമൊക്കെ ദൈവം നമുക്ക് തരുന്നതാണെന്നുള്ള ചിന്തയാണ്. ദൈവമാണ് നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കപ്പെടാനായിട്ട് വിട്ടുകൊടുക്കുന്നത്. ജോബിന്റെ ജീവിതം നമുക്കൊരു വലിയ ഉദാഹരണമാണ്. പലപ്പോഴും ഈ ജോബിന്റെ ജീവിതത്തെ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്താറുണ്ട്. ദൈവം ജോബിനോട്, സാത്താനോട് പറയുന്ന, ജോബിനെ പോയി നീ പരീക്ഷിച്ചിട്ട് അവൻ വിജയം വരിക്കോ ഇല്ലയോ എന്നറിയാം. പക്ഷെ ദൈവം അനുവദിച്ചു, ജോബിനെ പരീക്ഷിച്ചു. പക്ഷെ ജോബ് വിശ്വസ്തയോടുകൂടെ കർത്താവിന്റെ കൂടെ നിന്നു. അതുകൊണ്ട് എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിക്കുവാൻ സാധിച്ചു. വചനത്തില് ഒരു വാക്യം കൂടെ പറയുന്നുണ്ട്, ദൈവം ആരെയും പരീക്ഷിക്കപ്പെടുന്നില്ല, മറിച്ച് നമ്മളുടെ ജീവിതത്തിന്റെ അഹങ്കാരങ്ങൾ, അല്ലെ നമ്മുടെ ദുരാശകളാലാണ് നമ്മൾ എപ്പോഴും പരീക്ഷിക്കപ്പെടുന്നത്. ജീവിതത്തില് ദൈവത്താൽ ദൈവം നൽകുന്ന സഹനങ്ങളെയൊക്കെ, പരീക്ഷണങ്ങളൊക്കെ അതിജീവിക്കുന്നവർക്ക് ദൈവം തരുന്ന സമ്മാനത്തെ കുറിച്ചാണ് ഇന്നത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടത്. താൻ സ്നേഹിക്കുന്ന എല്ലാവർക്കും പരീക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ജീവന്റെ കിരീടം അവൻ നൽകും. ഇപ്പൊ പരീക്ഷകളിൽ നമ്മൾ വിജയിച്ചാൽ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും റാങ്കും ഒക്കെ കിട്ടുന്നത് പോലെ കർത്താവ് നൽകുന്ന പരീക്ഷണങ്ങളെ അതിജീവിച്ചാൽ നമുക്ക് ലഭിക്കുന്ന സമ്മാനം ജീവന്റെ കിരീടമാണ്. കഴിഞ്ഞ
ദിവസങ്ങളാണ് നമ്മൾ ദൈവസഹായം പിള്ളയുടെ തിരുനാള് ആചരിച്ചത്. 14-ാം തീയതി തമിഴ്നാട്ടിൽ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച വിശ്വാസത്തിന് വേണ്ടി തന്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ നിലനിന്ന ഒരു വ്യക്തിയുടെ ജീവിതമാണ്. ക്രിസ്തുവിനെ അധികം സ്നേഹിച്ചു, കർത്താവിനെ അത്രമാത്രം ജീവന തുല്യം സ്നേഹിച്ചു. എന്നാൽ ക്രിസ്തുവിനെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം ആ മനുഷ്യനെ കൈയും കാലും ചങ്ങലയിൽ കെട്ടി ദിവസം 30 അടി കാലിന്റെ വെള്ളയ്ക്ക് നൽകി. വഴിപോക്കർ പോലും അവനെ ദ്രോഹിച്ചു, മുറിവുകളുണ്ടാക്കി. മുറിവുകളിൽ മുളക് പുരട്ടി തന്റെ ചുറ്റും മുളക് കൂട്ടിയിട്ട് കത്തിച്ചു. അവസാനം വെയിലത്ത് നിർത്തി കാളയുടെ പുറത്ത് കയറ്റി ഈ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി. പക്ഷെ ഇതൊന്നും ആ മനുഷ്യനെ സംബന്ധിച്ച് ഒരു വേദനയുമായില്ല. കാരണം ക്രിസ്തുവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച് ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവിതത്തെ അർപ്പിച്ച ഒരു മനുഷ്യന് ഈ വേദനകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒന്നും ആ വിശ്വാസത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് സാധിച്ചില്ല. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഇതുപോലെ ഒരു ദിവസം 30 അടിയും കിട്ടി, ഈ കഴുതയുടെ പുറത്ത് ഈ വെയിലത്തൊക്കെ നടത്തി മുളകെല്ലാം വാരി തേച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാത്തില്ല. അപ്പൊ തന്നെ പറയും, കർത്താവേ നിർത്തിയേക്കാം നമുക്ക് ഈ ബന്ധം. കാരണം ഇതിനെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട്, ഇതിനെ അത്രമാത്രം സാക്ഷ്യം വഹിച്ചതുകൊണ്ട് എനിക്കിത് കിട്ടുമെങ്കിൽ നീ ദൈവമാണോ എന്ന് ചിന്തിക്കുവാൻ ഉള്ള മനസ്സാക്ഷിയാണ് നമുക്കുള്ളത്. പക്ഷേ ഈ മനുഷ്യനങ്ങനല്ല. അദ്ദേഹം എല്ലാം കർത്താവിന് വേണ്ടി സഹിച്ചു. നമുക്കറിയാം, വെറും ഒരു മനുഷ്യനല്ല. തിരുവിതാംകൂർ രാജാവിന്റെ കാലത്ത് അവിടുത്തെ പ്രധാന ഉദ്യോഗസ്ഥനായിരുന്നു. ഡച്ച് സൈന്യവുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം ഇതിനെ നവീകരിച്ച വ്യക്തിയാണ്. ആ രാജ്യത്തെ നവീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുവാനായിട്ട് കൂടെ നിന്ന വ്യക്തിയാണ്. അങ്ങനെ വലിയൊരു ഉദ്യോഗസ്ഥൻ, വലിയ സ്ഥാനമാനങ്ങൾ, ഉന്നത കുലജാതൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ക്രിസ്തുവിന് വേണ്ടി മാത്രം തന്നെ ജീവിതത്തെ സമർപ്പിച്ചു. നോക്കുക, അത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചു, അത്രമാത്രം ദൈവത്തിന് വേണ്ടി അർപ്പിച്ചു. വചനം നമ്മോട് പറയുന്നു, അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ജീവന്റെ കിരീടം ലഭിക്കും. ഇന്ന് ഇത്രമാത്രം സഹിച്ച ഈ മനുഷ്യൻ എവിടെയാ? അൾത്താരയിൽ നമുക്ക് വണങ്ങുവാൻ വേണ്ടി തിരുസഭ തന്നിരിക്കുന്നു. ഈ മനുഷ്യനെ നോക്കിക്കൊണ്ട് അന്നത്തെ തിരുസഭ കാനനൈസേഷൻ പ്രോസസ്സിംഗ് നടത്തുന്നുണ്ട്. തലവൻ പറഞ്ഞു, ഇന്ത്യയുടെ മനസാക്ഷിയും തമിഴ്നാടിന്റെ അഭിമാനവും എന്നാ പറയുന്നത്. അത്രമാത്രം ശ്രേഷ്ഠമായ പദവിയിലേക്ക് ഈ ദൈവദാസൻ പിള്ളയെ ഉയർത്തിയതിന്റെ കാരണം അവസാനം വരെ ദൈവത്തോട് വിശ്വസ്തയോടുകൂടെ ചേർന്ന് നിന്നുകൊണ്ടാണ്. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന സഹനങ്ങളെ, വേദനകളെ എല്ലാം ജീവിതത്തിലേക്ക് ഏറ്റിയെടുത്ത് കർത്താവിന് വേണ്ടി മാത്രം ജീവിച്ച് കർത്താവിന് വേണ്ടി മാത്രം ശുശ്രൂഷ ചെയ്തതുകൊണ്ട് ലഭിച്ചത് അവസാനം അദ്ദേഹത്തെ കാറ്റാടി മലയിൽ കൊണ്ടുപോയി ഷൂട്ട് ചെയ്ത് വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് അദ്ദേഹം എന്താ ചെയ്തത്? ഒരു കാര്യം മാത്രമേ അവരോട് പറഞ്ഞുള്ളൂ, എനിക്കൊരു അല്പസമയം പ്രാർത്ഥിക്കാൻ വേണം. ആർക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചോ അവന് വേണ്ടി ഇത്രമാത്രം സഹിച്ച്, അവന് വേണ്ടി ഇത്രമാത്രം വിധിച്ച് ഒരു കാര്യം പോലും കർത്താവ് അവന് വേണ്ടി ചെയ്തില്ല. അവസാനം ആ മനുഷ്യൻ പറയുകയാണ്, എനിക്കൊരു നിമിഷം ആ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതാണ് അയാളുടെ വിശ്വാസം. താൻ ഇത്രമാത്രം ഉപേക്ഷിച്ച, വേദനയിലേക്ക് വിട്ടുകൊടുത്ത, സഹനങ്ങളിലേക്ക് വിട്ടുകൊടുത്ത ആ മനുഷ്യനോട് എനിക്കും പ്രാർത്ഥിക്കണം. അവസാന നിമിഷം എനിക്ക് ആ മനുഷ്യനോട് പ്രാർത്ഥിക്കണം. അവൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ പ്രാർത്ഥനയുടെ ചിത്രമാണ് ഇന്നും ഈ മനുഷ്യന്റെ ചിത്രീകരിക്കുവാൻ ഉപയോഗിക്കുന്ന കൈകളാൽ ചങ്ങലകളാൽ കെട്ടിയിട്ട് മുട്ടുകുത്തിന്മേൽ പ്രാർത്ഥിക്കുന്ന ദേവദാസൻ പിള്ളയുടെ രൂപം. സ്നേഹമുള്ളവർ, നമുക്കൊന്ന് കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം.
എന്തിനെന്ന് ചോദിച്ചാൽ, ഇത്രയും സഹനങ്ങളിലൂടെ കടന്നുപോയിട്ടും ആ മനുഷ്യൻ ഒരിക്കലും ദൈവത്തെ വിട്ടുപോയില്ല. അവന് കിട്ടിയത് നീതിയുടെ കിരീടം. ദൈവം ഒരിക്കലും ദൈവം ഒരിക്കലും നമ്മളെ തിന്മയാൽ പരീക്ഷിക്കപ്പെടുന്നില്ല. നമ്മൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നന്മയാണെന്ന് മാത്രം കണ്ടുകൊണ്ട് മനസ്സിലാക്കുക. ദൈവം ഒരിക്കലും നമ്മളെ പരീക്ഷിക്കുവാൻ വിടുന്നില്ല. വചനം അത്രമാത്രം ശക്തമായിട്ട് പറയുക. ജോബിന്റെ ജീവിതം നമ്മൾ എടുത്താൽ മതി. സാധാരണ മനുഷ്യൻ, ഒരു തെറ്റും ചെയ്യാത്ത നീതിമാൻ, എന്നിട്ടും ഇത്രമാത്രം എല്ലാം നഷ്ടപ്പെട്ടു. തന്റെ ശരീരം പോലും അഴുകി വൃത്തികേടാകുന്ന അവസരത്തിൽ പോലും പറഞ്ഞത് എന്താണ്? ദൈവം തന്നു. ആ ദൈവത്തിന് നാം മഹത്വം കൊടുത്ത് ആ ദൈവത്തിന്റെ കരങ്ങളിൽ നന്മകൾ സ്വീകരിച്ചാൽ എനിക്ക് എന്തുകൊണ്ട് ചെറിയ വേദനകൾ സഹിച്ചുകൂടാ എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ നമ്മളൊക്കെ വളരെ കൃത്യമായിട്ട് വലുതായിട്ട് കാണുക. അവിടെയൊക്കെ ജീവിതത്തിന്റെ മഹത്വം അവിടെയാണ് നമ്മൾ ദർശിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ മഹത്വം എങ്ങനെയുള്ളൊരു മഹത്വമാണ്? സ്നേഹമുള്ളവരെ, 2 നാൾ മുൻപ് ഒരു സഹോദരൻ തന്റെ ജീവിതം പറയുകയാണ്. അദ്ദേഹം 3 പെൺമക്കളുള്ള ഒരു വീട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. ആ ഭവനത്തിൽ ദത്ത് നിൽക്കുകയാണ്. ആ ഭവനത്തില് അവിടെ പോയി അപ്പനെ അമ്മയ്ക്ക് ഉപേക്ഷിച്ചുകൊണ്ട്, സ്വന്തം വീട് ഉപേക്ഷിച്ചുകൊണ്ട് ആ വീടിന്റെ സംരക്ഷണത്തിന് വേണ്ടി അവൻ പോവുകയാണ്. പോയി കഴിയുമ്പോൾ 1 വർഷമൊക്കെ നല്ല സ്വസ്ഥവും സമാധാനവുമായിട്ട് ആ മക്കൾക്ക് അവന് ഭയങ്കര കാര്യമായിരുന്നു. എല്ലാം അവരോട് ചോദിച്ചു. വീണ്ടും പിന്നെ പതുക്കെ ഈ അപ്പനും അമ്മയും ഒക്കെ ഈ ഭാര്യയും മക്കളും ഒക്കെ ഇവനോട് പതുക്കെ അകന്നകന്ന് പോവുകയാണ്. എപ്പോഴും കുറ്റം പറയുക. അപ്പനും അമ്മയും മരിച്ചതിന് ശേഷം ഈ ഭാര്യ പറഞ്ഞു, താൻ എന്തിനാ ഇവിടെ കിടക്കുന്നത്? തനിക്ക് തന്റെ കുടുംബമില്ലേ? എന്റെ കുടുംബത്തിൽ ഇങ്ങനെ വന്ന് കിടക്കും. എന്തെങ്കിലും അനാവശ്യമായിട്ട് ഒന്ന് പറഞ്ഞാലോ അല്ലെ ഒന്ന് ദേഷ്യപ്പെട്ടാലോ ഉടനെ പറയുന്ന വാക്ക്, താൻ എന്തിനാ ഇവിടെ കിടക്കുന്നത്? ഇത് എന്റെ വീടല്ലേ. അങ്ങനെ സഹിച്ച് ആ മനുഷ്യൻ പിടിച്ചു നിന്നു. എങ്ങനെയെന്നറിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ പിടിച്ചു നിന്നു, കർത്താവ് എനിക്കൊരു കൃപ തന്നു, പിടിച്ചു നിൽക്കുവാൻ ഒരു കൃപ തന്നു. അങ്ങനെയാകുമ്പോഴാണ് ആ സ്ത്രീക്ക് ഒരു മാരകമായ രോഗം പിടിപെടുക. രോഗം പിടിപെട്ടിട്ട് ഒന്നും ചെയ്യുവാനാകാത്ത നിമിഷങ്ങളിൽ അവൾ പതുക്കെ മനുഷ്യനോട് സ്നേഹിക്കാൻ തുടങ്ങിയ. അദ്ദേഹം പറയും, അവരുടെ കാര്യങ്ങൾ കാണുവാൻ വേണ്ടി മാത്രം എന്നെ സ്നേഹിച്ചവൾ, അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം സ്നേഹിച്ചു. ഞാൻ ഭക്ഷണം കൊണ്ട് കൊടുക്കണം, എഴുന്നേക്കാൻ പറ്റില്ല, രോഗിയാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അങ്ങനെ സ്നേഹിച്ചു. അദ്ദേഹം അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെ ജീവിച്ചു. അങ്ങനെ ജീവിച്ച് കുറെ നാൾ കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തില് ആ സ്ത്രീ അവനെ സ്നേഹിക്കുവാൻ തുടങ്ങി. കാരണം ഇത്രനാൾ കുറ്റപ്പെടുത്തി, ഇത്രനാൾ ബുദ്ധിമുട്ടിച്ച്, ഇത്രമാത്രം അപമാനങ്ങളൊക്കെ പറഞ്ഞു വരുത്തിയിട്ടും ആ മനുഷ്യൻ മക്കളെ ഓർത്തുകൊണ്ട് മാത്രം അവിടെ നിന്ന് ജീവിച്ചിട്ട് അവസാനം തന്റെ ഭാര്യയെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിൽ ആ മനുഷ്യൻ പറയുകയാണ്, ഇത്രനാളും ഞാൻ സഹിച്ചു നിന്നില്ലേ, അതിന് ദൈവം എനിക്കിതാ ഒരു പ്രതിഫലം തന്നിരിക്കുന്നു. നമുക്കൊന്ന് കൈയടിച്ചു നന്ദി പറയാം. ഇത്രമാത്രം വേദനകളും സഹനങ്ങളും ഒക്കെ സഹിച്ചിട്ടും തന്റെ ഭാര്യയും തന്റെ മക്കൾക്കും വേണ്ടി വിവാഹമെന്ന ഖുദാശയോടുള്ള പൂർണ്ണമായിട്ടുള്ള ആ ജീവിതത്തിലെ കടപ്പാടും വിവാഹമെന്ന ഖുദാശയുടെ അന്തസ്സത്തെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ആ മനുഷ്യന്റെ ജീവിതം ദൈവം അവനെ അനുഗ്രഹിച്ചു. കാരണം എല്ലാ സഹനങ്ങളിലും കൂടെ വന്നപ്പോഴും ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തെ വിട്ടുപോയില്ല, ദൈവത്തിന്റെ കൽപ്പനകളെ വിട്ടുപോയില്ല, സഭയെ വിട്ടുപോയില്ല. അങ്ങനെ ആ മനുഷ്യൻ വലിയൊരു വ്യക്തിയായി മാറി. ഇവരെയൊക്കെ ശരിക്കും നമ്മൾ വിശുദ്ധരെന്ന് പറയുന്നത്. ഈ സഹനങ്ങളുടെ കൂടെ പോയാലും എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിച്ചാലും ഒന്നും പറയാതെ നിന്ന് വീണ്ടും താതാ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യരുടെയൊക്കെ ജീവിതത്തെ ശരിക്കും നമ്മൾ വിശുദ്ധ ജീവിതം എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയുള്ള ജീവിതങ്ങളെ ഒരിക്കലും ദൈവം കൈവിടില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അവസ്ഥകൾ ഇതാണ്. ദൈവം പല പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ നൽകും. അത് നമ്മൾ ദൈവത്തോടുള്ള വിശ്വസ്തത കാണിക്കുവാനും നമ്മളോടും നമ്മുടെ സമൂഹത്തോടും കുടുംബത്തോടുമുള്ള പ്രതിബദ്ധത കാണിക്കുവാനുമുള്ള സമയമായിട്ട് നമുക്ക് കണ്ടെത്തണം. നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഒരിക്കലും നമ്മളെ പരീക്ഷകൾക്ക് വിട്ടു കൊടുക്കില്ല. ആ ഒരു ബോധ്യമാണ് നമ്മളെ മുൻപോട്ട് നയിക്കേണ്ടത്. അതുകൊണ്ട്
പരീക്ഷണങ്ങളൊക്കെ അകപ്പെടുമ്പോൾ ചുമയുണ്ട്, ഇത്തിരി ജലദോഷമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം പരീക്ഷയിലേക്ക് അകപ്പെടുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രയാസപ്പെടുകയോ വേദനിക്കുകയോ ഒന്നും ചെയ്യേണ്ട. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. ദൈവം നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ സംരക്ഷിക്കുവാൻ ഉണ്ടാകും. ആ ഒരു ബോധ്യത്തിലേക്ക് വളർന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കണ്ണടച്ച് കേട്ട വചനത്തെ ഒന്നുകൂടെ ധ്യാനിച്ച് നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സ് തുറന്ന് സ്തുതിക്കട്ടെ. അധരങ്ങൾ തുറന്ന് സ്തുതിക്കട്ടെ. സ്തോത്രം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്സ് തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അധരങ്ങൾ തുറന്ന് സ്തുതിക്കട്ടെ. നമ്മൾ കേട്ട വചനം കർത്താവ് നമ്മളെ ഒരിക്കലും പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ കർത്താവിനോട് വിശ്വസ്തത ജീവിക്കുക. കർത്താവിനോട് വിശ്വസ്തത കൊണ്ട് ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരു ബോധ്യത്തോടുകൂടെ എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ ആരാധിക്കാം. ഈ ഒരായുസേ നമുക്കുള്ളു സോദര, ദൈവത്തിനായി ജീവിക്കാം. ഈ ഒരായുസേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. ഈ ഒരായുസേ നമുക്കുള്ളു സോദര, ദൈവത്തിനായി ജീവിക്കാം. ദൈവത്തെ ആരാധിക്കാം. ഈ ഒരായുസേ നമുക്കുള്ളു സോദര, ദൈവത്തിനായി നല്ല നന്മകൾ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മനസ്സ് തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അധരങ്ങൾ തുറന്ന് സ്തുതിക്കട്ടെ. ഒരാഴ്ച മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ നിമിഷങ്ങളും എല്ലാ നന്മകളെ ഓർത്ത് സ്തുതിക്കട്ടെ. വലിയ കൃപകളാണ് നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. ചേർന്ന് സ്തുതിക്കട്ടെ. മനസ്സോടെ ഭവനങ്ങളെ ഓർത്ത് സ്തുതിക്കട്ടെ. എല്ലാ കൃപകളെ ഓർത്ത് സ്തുതിക്കട്ടെ.
ഹല്ലേലൂയ. ചേർന്ന് വിളിക്കാം. ഈശോയേ, ഭവനങ്ങളെ സമർപ്പിച്ച് വിളിക്കാം. വർഷിച്ചെല്ലാ കൃപകളെയോ സാമ്പത്തിക മേഖലകളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കാം. ഹല്ലേലൂയ. കരങ്ങൾ വിശുദ്ധമായി കരങ്ങളടിച്ച് നന്മയ്ക്കായി മാത്രമേ ചെയ്യുന്നെല്ലാം കഷ്ടതകൾ നമ്മെ കൈവിടുമോ? നന്മയ്ക്കായി മാത്രമേ ചെയ്യുന്നെല്ലാം കഷ്ടതകൾ നമ്മെ കൈവിടുമോ? പാപങ്ങളെല്ലാം മോചിക്കുന്നു, രോഗങ്ങളെല്ലാം സുഖമാകുന്നു. പാപങ്ങളെല്ലാം മോചിക്കുന്നു, രോഗങ്ങളെല്ലാം സുഖമാകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തിനായി ജീവിക്കാം. പാടാനാമേ മറന്നു നമ്മൾ സ്തുതിക്കാം യേശുരാജനെ. പാടാനാമേ മറന്നു നമ്മൾ സ്തുതിക്കാം യേശുരാജനെ. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തിനായി ജീവിക്കാം. സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാ കൃപകളെ ഓർത്ത് സ്തുതിക്കട്ടെ. നമ്മളെ രക്ഷിക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. എല്ലാവിധത്തിലുള്ള പരീക്ഷണങ്ങളും നമുക്ക് അതിജീവിക്കുവാൻ ശക്തി തരുന്ന ദൈവത്തെ ഓർത്ത് സ്തുതിക്കട്ടെ. സ്തോത്രം. സ്തുതിക്കട്ടെ. സ്തുതിക്കട്ടെ. ഭവനങ്ങളെ ഓർത്തു സ്തുതിക്കട്ടെ. എല്ലാ കൃപകളെ ഓർത്തു ആത്മാവിന്റെ ചൈതന്യത്താൽ നമ്മുടെ വീടിനെ നിറച്ചതിനെ ഓർത്തു എല്ലാവരുത്തുള്ള തിന്മകളുടെ ശക്തികളെ നമ്മുടെ ഭവനത്തെ സംരക്ഷിച്ചതിനെ ഓർത്ത് രോഗത്തിൽ നിന്ന് വിടുതൽ നൽകിയതിനെ ഓർത്ത് അപകടത്തിൽ നിന്ന് സംരക്ഷിച്ചതിനെ ഓർത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് വിളിക്കാം. ഈശോയേ. 21 പ്രാവശ്യം വിളിക്കട്ടെ.
നിരാശപ്പെടാൻ കാര്യം പത്തെങ്കിൽ ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. നിരാശപ്പെടാൻ കാര്യം പത്തെങ്കിൽ ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. കരഞ്ഞെന്തിനായി പാഴാകുന്നു, സ്തുതിച്ചു നിൻ വിശ്വാസം വെളിവാക്കിടുക. കരഞ്ഞെന്തിനായി പാഴാകുന്നു, സ്തുതിച്ചു നിൻ വിശ്വാസം വെളിവാക്കിടുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തിനായി ജീവിക്കാം. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തിനായി ജീവിക്കാം. നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാം യേശുരാജനെ. നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാം യേശുരാജനെ. പാടാമേ മറന്നു നമ്മൾ സ്തുതിക്കാം യേശുരാജനെ. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. ഈ ഒരായുസ്സേ നമുക്കുള്ളു സോദര, ദൈവത്തിനായി ജീവിക്കാം. എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. വലിയൊരു അഭിഷേകം ഉണ്ടാവട്ടെ, വലിയൊരു കൃപയുണ്ടാവട്ടെ, സ്വർഗ്ഗം തുറക്കപ്പെടട്ടെ, പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വരട്ടെ. എല്ലാ ശുശ്രൂഷകളുടെ മേലേക്കും ആത്മാവിന്റെ ചൈതന്യം ആലയം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടട്ടെ, ദേശം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടട്ടെ, നമ്മുടെ ഭവനങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ. ആത്മാവിന്റെ ചൈതന്യം കൊണ്ട് നമ്മുടെ ഭവനം നിറയട്ടെ, വലിയൊരു കൃപ ഒഴുകട്ടെ. പ്രാർത്ഥനയുടെ ചൈതന്യം നമ്മുടെ ഭവനങ്ങളിൽ നിറയട്ടെ, വിശ്വസ്തതയും സ്നേഹവും കൊണ്ട് നിറയട്ടെ, പരസ്പര ഐക്യത്തിലും ധാരണയിലും നിറയട്ടെ. സന്തോഷകരമായ ജീവിതമാവട്ടെ, സമാധാനപൂർണമായ ജീവിതം തരട്ടെ. എല്ലാ നിയോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം, മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം, അവരുടെ ബുദ്ധിമുട്ടുകളെ കഷ്ടപ്പാടുകളെ ഓർക്കാം. അവരുടെ പഠന മേഖലയെ അനുഗ്രഹിക്കണമേ, അവരുടെ ജോലി മേഖലകളെ അനുഗ്രഹിക്കണം, എഴുതുന്ന പരീക്ഷകളെ അനുഗ്രഹിക്കണമേ, അറ്റൻഡ് ചെയ്യുന്ന ഇന്റർവ്യൂകളെ അനുഗ്രഹിക്കണമേ. നന്നായിട്ടെല്ലാം ചെയ്യുവാൻ കൃപയാകണമേ. വിശുദ്ധാത്മാവിന്റെ ചൈതന്യം വർഷിക്കട്ടെ, മക്കൾ കൂടുതൽ വിശ്വസ്തയോടെ വളർന്നു വരട്ടെ, കഴക്ക് ദോഷങ്ങളിലൊക്കെ മാറിപ്പോവട്ടെ, നിങ്ങളുടെ ശക്തിയിൽ അകന്നു പോവട്ടെ, സമാധാനവും ശാന്തിയും ഉണ്ടാവട്ടെ, ദുസ്വഭാവങ്ങൾ അകന്നു പോകട്ടെ, ദൈവത്തെ ആരാധിക്കുന്നവരായി തീരട്ടെ, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാവട്ടെ. സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ സ്തോത്രം. അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ദിനത്തെ പൂർണ്ണമായി ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ ആലയത്തിൽ ഇപ്പോഴുള്ളവരെയും ഓൺലൈനിലൂടെ ശുശ്രൂഷ നടത്തുന്നവരെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് തന്നെ സമർപ്പിക്കാം. ഒരു മനസ്സോടുകൂടെ നമ്മൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കർത്താവ് സ്വീകരിച്ച് എല്ലാ കൃപകളാലും നമ്മളെ നിറയ്ക്കട്ടെ. ഈശോയുടെ വചനത്തിന്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവട്ടെ. പരീക്ഷിക്കപ്പെടുമ്പോൾ
കൂടുതൽ തീഷ്ണതയോടുകൂടെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ കൃപയാകട്ടെ. സ്വർണ്ണം ഉലയിലെന്നതുപോലെ നമ്മുടെ പരീക്ഷണങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ മാറ്റുരച്ച് നോക്കുന്നത്. എല്ലാ വേദനകളുടെയും പ്രയാസങ്ങളുടെ കൂടെ ദൈവത്തോട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ മാറ്റ് ഉരയ്ക്കപ്പെടുന്നത്. വിശ്വസ്തയോടുകൂടെ ജീവിച്ചുകൊണ്ട് ദൈവസഹായം പിള്ളയെ പോലെ സകല വിധത്തിലുള്ള വേദനകളെയും പ്രയാസങ്ങളെയും ഈശോയെ പ്രതി സഹിക്കുവാനും പരീക്ഷണങ്ങളെ ഈശോയുടെ നാമത്തിന്റെ ശക്തിയാൽ അതിജീവിക്കുവാനും ദൈവം നമുക്ക് കൃപ തരട്ടെ. എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. അത് നമ്മുടെ കൂടെയുള്ള ദൈവമാണ്, നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ദൈവമാണ്. അത് വചനത്തിന്റെ വെളിച്ചത്താൽ നമ്മളെ നയിക്കുന്ന ദൈവമാണ്. പൂർണ്ണമായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താൽ നിറയ്ക്കപ്പെടുവാൻ ആഗ്രഹിക്കുവാൻ വേണ്ടിയും ആത്മാവിന്റെ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുവാനും ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങളുയർത്തി 21 പ്രാവശ്യം ഈശോയുടെ നാമം വിളിച്ച് ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകളെയും സംബന്ധിക്കാൻ വരുന്ന എല്ലാ ദൈവമക്കളെയും അവരുടെ നിയോഗങ്ങളെയും പ്രത്യേകിച്ച് രോഗികളെയും സമർപ്പിച്ച് നമുക്ക് വിളിക്കാം. സാധിക്കുന്ന എല്ലാവരും മുട്ടുമേലേൽക്കുക. സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനാ മഞ്ചരി നമ്മളിപ്പോൾ ആലപിക്കുവാൻ പോവുകയാണ്. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്കും ലോകത്തിന് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും വിശുദ്ധ മാധ്യസ്ഥവും സംരക്ഷണവും നമുക്ക് അപേക്ഷിക്കാം. വിശ്വാസത്തോടുകൂടെ നമുക്ക് ഈ പ്രാർത്ഥനാ മഞ്ചരി ഒന്ന് ചേർന്ന് ആലപിക്കാം.